തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് എംഎൽഎയുടെ തലയുടെയും നട്ടലിന്റെയും പരിക്കിന്റെ ചികിത്സയിൽ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളോട് ഉമാ തോമസ് പ്രതികരിച്ചതായും കൈകാലുകൾ ചലിപ്പിച്ചതായും ബുള്ളറ്റിനിൽ പറയുന്നു. ഉമാ തോമസ് ഗുരുതരാവസ്ഥ തരണം ചെയ്തുവെന്ന് പറയാനാകില്ലെന്ന് ഡോക്ടർ കൃഷ്ണുണ്ണി പറഞ്ഞു. ശ്വാസകോശ പ്രവർത്തനത്തിൽ നേരിയ പുരോഗതിയുണ്ട്. എന്നാൽ കുറച്ചു ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടതുണ്ടെന്നും ഡോക്ടർ വ്യക്തമാക്കി. ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ സെഡേഷനുള്ള ഡോസ്, മരുന്നിന്റെ ഡോസ് ഇത്തിരി കുറച്ചു. നമുക്ക് പ്രതികരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചത്. ഇന്ന് രാവിലെ അത് കുറച്ച് ഒരു 7 മണിയായപ്പോൾ മാഡം അവേക്കായി. അപ്പോൾ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കാലുകൾ അനക്കി, ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു, കണ്ണു തുറന്നു, മോൻ ചോദിക്കുന്നതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു. റെസ്പോൺസ് മാത്രമേ ഉള്ളൂ. വായിൽ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ കയ്യിൽ ഷേക്ക് ഹാൻഡ് മുറുക്ക പിടിക്കാൻ പറഞ്ഞപ്പോൾ മുറുക്ക പിടിച്ചു. അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട്, മോശമായിട്ടില്ല. അപ്പോൾ അതൊരു ആശാവഹമായ ഒരു പുരോഗതി തന്നെയാണ് ബ്രെയിനിന്റെ കാര്യത്തിൽ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ലങ്സ്, അതാണ് നമുക്ക് ഇന്നലെ ഞാൻ പറഞ്ഞ മാതിരി ഒരു ചാലഞ്ചായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്തും ഇന്നത്തെ എക്സ്റേയിൽ നേരിയ രീതിയിലുള്ള ഒരു പുരോഗതി കാണിക്കുന്നുണ്ട്. എക്സ്റേയിൽ ഇന്നലെ കണ്ട ഒരു പാച്ച് ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതും നമുക്കൊരു ആശാവഹമായ ഒരു സംഗതിയാണ്. ആൻഡ് ഇനി നമുക്കുള്ള ചാലഞ്ചിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്ന് ഒരു ബ്രോങ്കോസ്കോപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. കാരണം ഇന്നലത്തെ ഇൻഫെക്ഷൻ കണ്ടപ്പോൾ ഇന്നലെ എറണാകുളം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ വേണുഗോപാൽ ഹാഡ് കം ആൻഡ് സീൻ ദ പേഷ്യന്റ്, പൾമണോളജിസ്റ്റ്. അവരും ഇത് തന്നെ, നമ്മൾ സജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഇന്ന് ഇത് ചെയ്യാമെന്ന്. പക്ഷെ ഇന്നത്തെ എക്സ്റേയിലെ ക്ലിയറൻസ് കണ്ടപ്പോൾ നമ്മൾ അത് ഡിഫർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലയിൽ ഒരു ബ്രോങ്കോ ചെയ്യേണ്ട കാര്യമില്ല.